എൻസൈക്ലോവിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് തദ്ദേശീയ തിരഞ്ഞെടുപ്പിൻ്റെ വോട്ടെടുപ്പിന് മുമ്പ് ക്ഷേമ പെൻഷൻ്റെ വിതരണം കൂടാതെ മറ്റ് 2 ആനുകൂല്യങ്ങൾ കൂടി നൽകുവാനായിട്ട് സർക്കാർ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ വിശദമായിട്ടുള്ള വിവരങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. നമ്മുടെ വീഡിയോ സാധ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം. പുതുതായിട്ട് ആരംഭിക്കുന്ന 2 ആനുകൂല്യ പദ്ധതികളിൽ ആദ്യത്തേത് തൊഴിലന്വേഷിക്കുന്ന യുവതികൾക്ക് കൈത്താങ്ങൽ എന്ന രീതിയിൽ സർക്കാരിൻ്റെ കണക്ട് വർക്ക് സ്കോളർഷിപ്പ് പദ്ധതിയായിട്ടുള്ള പ്രജുലയ്ക്ക് തുടക്കമായിരിക്കുകയാണ്. കലാലയങ്ങളിൽ നിന്ന് പഠിച്ചിറങ്ങുന്നവർക്ക് ജോലി ഉറപ്പാക്കുമെന്ന സർക്കാർ നയത്തിൻ്റെ ഭാഗമായിട്ടാണ് പ്രജുല സ്കോളർഷിപ്പ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന ഉദ്യോഗാർത്ഥികളെ സഹായിക്കുക എന്ന ലക്ഷ്യത്തിൽ ഊന്നിയാണ് പ്രധാനമായിട്ടും വിദ്യാഭ്യാസ വകുപ്പ് ഈ ആശയം മുന്നോട്ട് വച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇതാ നൈപുണ്യ പരിശീലനത്തിൽ പങ്കെടുക്കുന്നവർക്കും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കുമായിട്ട് സർക്കാർ പ്രഖ്യാപിച്ച പുതിയ സ്കോളർഷിപ്പിനുള്ള മാനദണ്ഡങ്ങൾ പുറത്തിറക്കിയിരിക്കുകയാണ്. മാസം 1000 രൂപ വീതമാണ് ഒരു വർഷത്തേക്ക് ലഭിക്കുന്നത്. എംപ്ലോയ്മെൻറ്റ് ഡയറക്ടറേറ്റ് ആണ് പദ്ധതി നടപ്പിലാക്കുന്നത്. അപേക്ഷിക്കുന്ന വർഷം തന്നെ ജനുവരി 1-ന് 18 വയസ്സ് പൂർത്തിയായിരിക്കേണ്ടതാണ്. അതോടൊപ്പം തന്നെ 30 വയസ്സ് കവിയരുത്. +2 VHSC അതോടൊപ്പം തന്നെ ITI ഡിപ്ലോമോ ഡിഗ്രി വിജയത്തിന് ശേഷം നൈപുണ്യ കോഴ്സുകൾ പഠിക്കുന്നവർക്കോ ജോലിക്കോ മത്സര പരീക്ഷകൾക്കോ തയ്യാറെടുക്കുന്നവർക്കുമാണ് പദ്ധതിക്ക് അപേക്ഷിക്കുവാൻ അവകാശമുള്ളത്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ മറ്റ് മാനദണ്ഡങ്ങൾ ഇങ്ങനെയാണ്. സംസ്ഥാനത്ത് സ്ഥിരതാമസക്കാർ ആയിരിക്കേണ്ടതാണ്. കുടുംബ വാർഷിക വരുമാനം 1 ലക്ഷം രൂപയിലേറെ കവിയാൻ പാടില്ല. കേന്ദ്ര സർക്കാരിനോ സംസ്ഥാന സർക്കാരിനോ കീഴിലെ സ്ഥാപനങ്ങളിൽ നൈപുണ്യ പരിശീലനം നടത്തുന്നവരോ PSC അടക്കമുള്ള റിക്രൂട്ട്മെൻറ്റ് ഏജൻസികളിൽ അപേക്ഷിച്ച് മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവരോ ആയിരിക്കേണ്ടതാണ്. അർഹരായിട്ടുള്ള ആദ്യത്തെ 5 ലക്ഷം പേർക്ക് സ്കോളർഷിപ്പ് നൽകുന്നത്. അപേക്ഷ ലഭിക്കുന്ന മുൻഗണനാക്രമം നോക്കിയാണ് അനുവദിക്കുന്നത്. മറ്റ് സ്കോളർഷിപ്പുകൾ ലഭിക്കുന്നവർ ആകരുത്. അപേക്ഷിക്കുന്നവർ ആധാറുമായി ബന്ധിപ്പിച്ചിട്ടുള്ള ബാങ്ക് അക്കൗണ്ട് അതോടൊപ്പം തന്നെ സ്ഥാപന മേധാവിയുടെ സാക്ഷ്യപത്രം എന്നിവ സമർപ്പിക്കേണ്ടതാണ്. പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർ അതിൻ്റെ രേഖകൾ ഹാജരാക്കുകയും ചെയ്യേണ്ടതാണ്. employment.government.in എന്ന പോർട്ടൽ മുഖേനയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. ഓരോ വർഷവും അപേക്ഷിക്കാവുന്നതാണ്. പദ്ധതിക്ക് അർഹതയുള്ള ഉദ്യോഗാർത്ഥികൾ പദ്ധതിയിലേക്ക് അപേക്ഷ വയ്ക്കുവാൻ ശ്രദ്ധിക്കേണ്ടതാണ്. അതോടൊപ്പം തന്നെ സർക്കാർ പ്രഖ്യാപിച്ച മറ്റൊരു പദ്ധതിയാണ് സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതി. പദ്ധതിയുടെ അപേക്ഷകൾ ഇപ്പോൾ സ്വീകരിച്ച് തുടങ്ങിയിരിക്കുകയാണ്. ഈ 1000 രൂപയുടെ സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിക്ക് അർഹതയുള്ള സ്ത്രീകളുടെ അവരുടെ തദ്ദേശീയ സ്ഥാപന സെക്രട്ടറിമാർക്കാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത്. നിലവിൽ നേരിട്ടുള്ള അപേക്ഷാ രീതിയാണ് ആരംഭിച്ചിരിക്കുന്നത്. അക്ഷയ സെൻറ്റർ മുഖേനയുള്ള അപേക്ഷകൾ ഉടൻ തന്നെ ആരംഭിക്കുന്നതാണ്. അപ്പോൾ ഈ വിവരങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക. നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.